നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വലിയ നോമ്പിനോടനുബന്ധിച്ച് വിശ്വാസ ചൈതന്യം വിളിച്ചോതി മലയെക്കുരിശിലേക്ക് നടത്തിയ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നേതൃത്വം നൽകി. വലിയ നോമ്പിനോടനുബന്ധിച്ച് ആത്മവിശുദ്ധീകരണത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും ചൈതന്യം ഉൾക്കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് അതിപുരാതനമായ ആരക്കുഴ മലയക്കുരിശിലേക്ക് തീർത്ഥാടനം നടത്തിയത്. കോതമംഗലം രൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള തീർത്ഥാടകർ ഭക്തിസാന്ദ്രമായ കുരിശിന്റെ വഴിയിൽ പങ്കാളികളായി. ഇന്നലെ വൈകിട്ട് 6ഓടെയാണ് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത്. കാൽവരിയിലെ മഹാത്യാഗത്തിന്റെ സ്മരണയുണർത്തുന്ന കുരിശിന്റെ വഴിയിൽ മൂവാറ്റുപുഴ, മാറിക, വാഴക്കുളം എന്നീ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ അണിനിരുന്നു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനത്തിന് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിലും വാഴക്കുളം, മാറിക എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടനത്തിന് രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞർ പയസ് മലയക്കണ്ടത്തിൽ, മോൺസിഞ്ഞർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവരും നേതൃത്വം നൽകി. മലയക്കുരിശിലെ താഴത്തെ കപ്പേളയിൽ തീർത്ഥാടനം എത്തിച്ചേർന്നപ്പോൾ ഇവിടെ നിന്നും കുരിശിന്റെ വഴി ആരംഭിച്ചു. തുടർന്ന് മലമുകളിൽ മാർ ജോർജ് മടത്തിക്കണ്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് തീർത്ഥാടനം സമാപിച്ചത്. രൂപതയിലെ വൈദികർ, സിസ്റ്റേഴ്സ്, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ, പ്രവർത്തകർ തുടങ്ങിയവരും തീർത്ഥാടനത്തിൽ പങ്കാളികളായി. ആരക്കുഴ സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കണിമറ്റം, മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ, റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം, ആരക്കുഴ ഇടവകയിലെ കൈക്കാരന്മാർ, പാരീഷ് കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.